തങ്ങൾ കഴിഞ്ഞ 6 വർഷമായി ക്രിസ്തുമത വിശ്വാസികൾ. കന്യാസ്ത്രീകൾക്കൊപ്പം പുറപ്പെട്ടത് സ്വമേധയാ മാതാപിതാക്കളുടെ സമ്മതത്തോടെ. പോയത് ഭോപ്പാലിലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ജോലിക്കായി. കന്യാസ്ത്രീകൾ നിരപരാധികൾ. ഛത്തീസ്ഗഡ് സർക്കാരിനെ വെട്ടിലാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളുമായി പെൺകുട്ടി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 മലയാളി കന്യാസ്ത്രീകളും നിരപരാധികളാണെന്ന് തുറന്നു പറഞ്ഞ് അവർക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ രംഗത്തെത്തി. അവരെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കളും ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകളെ കൂടാതെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന സുക്മാൻ മണ്ടാവി എന്ന യുവാവും ഇപ്പോൾ ജയിലിലാണ്. അവരെ 3 പേരെയും വിട്ടയക്കണമെന്നാണ് പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നത്. വ്യാജമൊഴി നൽകാൻ ബജ്രംഗൽ പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തിയതായും 21-കാരിയായ പെൺകുട്ടി ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം ബജ്രംഗൽ നിഷേധിച്ചിട്ടുണ്ട്. പോലീസും തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല. തന്റെ കുടുംബം 5 വർഷമായി ക്രൈസ്തവ വിശ്വാസികളാണെന്നും യുവതി പറഞ്ഞു. താൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സ്വമേധയാ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് ഭോപ്പാലിലെത്തി അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കി വെച്ചിരുന്നു. മാസം തോറും 10,000 ശമ്പളവും ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമായിരുന്നു വാഗ്ദാനം. യുവതി വാർത്താ ഏജൻസിയായ PTIയോട് പ്രതികരിക്കുകയാണ്. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കന്യാസ്ത്രീകൾ ഏതാനും മണിക്കൂറുകൾ വൈകിയാണ് അവിടെ എത്തിയത്. അതിനിടെ അവിടെ എത്തിയ ഒരാൾ തങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ ഒരു പറ്റം ബജ്രംഗൽ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി. അവർ തങ്ങളെ ഭീഷണിപ്പെടുത്താനും ചീത്ത വിളിക്കാനും ആക്രമിക്കാനും തുടങ്ങി. പിന്നീട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ബജ്രംഗലിന്റെ ജ്യോതി ശർമ്മ എന്ന വ്യക്തി കരണത്തടിക്കുകയും മൊഴി മാറ്റണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തന്നെ ബലം പ്രയോഗിച്ചാണ് കന്യാസ്ത്രീകൾ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ നിർബന്ധിച്ചു. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്റെ സഹോദരനെ ജയിലിൽ അടയ്ക്കുമെന്നും മർദ്ദിക്കുമെന്നും ഭീഷണി മുഴക്കി. റെയിൽവേ പോലീസ് എന്റെ യഥാർത്ഥ മൊഴിയെടുക്കുന്നതിന് പകരം ഞാൻ പറയാത്ത കാര്യങ്ങളാണ് എഴുതി വെച്ചത്. താനത് ചൂണ്ടിക്കാട്ടിയപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ മിണ്ടാതിരിക്കണമെന്നാണ് പറഞ്ഞത്. കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ സുക്മാൻ മണ്ടാവി തനിക്ക് സഹോദരനെ പോലെയാണെന്നും യുവതി പറഞ്ഞു. എന്നാൽ ബജ്രംഗളിന്റെ യൂണിറ്റ് കൺവീനർ രവി നിഗം ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. തങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുകയോ തല്ലുകയോ ചെയ്തിട്ടില്ല. സ്റ്റേഷനിലെ CCTV ക്യാമറകൾ നോക്കിയാൽ സത്യം അറിയാമെന്നാണ് നിഗം പറയുന്നത്. ജൂലൈ 25-നാണ് പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെ മാണ്ഡവിക്കൊപ്പം അറസ്റ്റ് ചെയ്തത്. അന്നു മുതൽ തടങ്കലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ രാജ്യമെമ്പാടും നടന്നു വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും BJPക്ക് ഒരു MPയെ സമ്മാനിച്ച തൃശൂരിൽ ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലിയാണ് നടന്നത്. കേരളത്തിലെ എല്ലാ രൂപത ആസ്ഥാനങ്ങളിലും സമാനമായ റാലികൾ നടക്കുകയുണ്ടായി. ഇത് BJP ഉണ്ടാക്കിയെടുത്ത ന്യൂനപക്ഷ സംരക്ഷകർ എന്ന ഇമേജിന് കോട്ടം തട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്ത് BJP ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന സന്ദേശം ഛത്തീസ്ഗഡ് പ്രശ്നത്തോടെ ലോകം എമ്പാടും പ്രചരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് രാജ്യാന്തര തലത്തിലും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം.